شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഖിയാമ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 36-ാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ വെറുതെ അങ്ങ് വിടപ്പെടുമെന്ന്? നമ്മളിതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു ആയത്താണിത് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ വെറുതെ വിടും എന്ന് നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾ സൃഷ്ടിച്ചത് വെറുതെയാണ് എന്നും നമ്മൾ ധരിക്കേണ്ട. നമ്മുടെ സൃഷ്ടിപ്പിന് കൃത്യമായ ലക്ഷ്യമുള്ള ആളുകളാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ ശരീഅത്ത് നിയമസംഹിതകൾ എന്ന വലിയൊരു അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് കൃത്യമായി നിറവേറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. മുഴുവൻ സമയവും ഇബാദത്തുകളായി ആ അമാനത്ത് നിറവേറ്റാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. വെറുതെ ഇരിക്കേണ്ടവരല്ല എന്നർത്ഥം. അള്ളാഹു നമ്മൾ വെറുതെ വിടുമെന്നും കരുതേണ്ട. അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദാ. വെറുതെ ഇരിക്കേണ്ട ആളുകളല്ല. വിശ്രമിക്കുകയാണെങ്കിൽ പോലും ആ വിശ്രമം ഇബാദത്താക്കി മാറ്റേണ്ടവരാണ് നമ്മൾ. അതുപോലും ഇബാദത്താക്കി മാറ്റണം. ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ രഹസ്യമായ, പരസ്യമായ, അല്ലെങ്കിൽ വാക്ക് സംബന്ധമായ ഏത് കാര്യങ്ങളാവട്ടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന എന്തും അതൊക്കെ ഇപ്പോൾ ഇബാദത്തിന്റെ പരിധിയിൽ വരാലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലാവുക, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ അത് ഇബാദത്തായി മാറി. അപ്പോൾ ഉറങ്ങാണ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുക. എന്താണ് അള്ളാഹുവിന്റെ തൃപ്തി? ഉറക്കം എങ്ങനെയാണ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആകുക? ഞാൻ ഉറങ്ങുന്നത് തഖവ്വീൽ താഅത്തിന് വേണ്ടി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. എനിക്ക് ആരോഗ്യമുണ്ടാവണം, എൻ്റെ ശരീരത്തിന് ഉന്മേഷം ഉണ്ടാവണം, അതിന് ഞാനൊന്ന് വിശ്രമിക്കട്ടെ, അതിന് ഞാനൊന്ന് ഉറങ്ങട്ടെ, അതിന് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്താണ്, ഉറങ്ങുന്നത് ഇബാദത്താണ് അല്ലേ? നമ്മൾ മുമ്പ് വിശദമായി പറഞ്ഞ വിഷയങ്ങളാണ് അതൊക്കെ. അപ്പോൾ എല്ലാം ഇബാദത്താക്കി മാറ്റുക. അല്ലാഹു തആല സൂറത്ത് ദാരിയാത്തിൽ പറഞ്ഞത് അതാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ ഈ രണ്ട് വർഗത്തെയും പടച്ചിട്ടില്ല, ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും എന്ന് പറഞ്ഞാൽ അതിന് മാത്രമേ പടച്ചിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്താ? നമ്മൾ ചെയ്യുന്നതൊക്കെ ഇബാദത്താവണം. നമ്മൾ ചെയ്യുന്നതൊക്കെ ഇബാദത്താവണം. മഹാനായൊരു പണ്ഡിതൻ, മുൻഗാമികളിൽപ്പെട്ടൊരു പണ്ഡിതൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ ഇരുന്ന് കളിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്. കൂട്ടത്തിൽ ഒരു കുട്ടി അങ്ങനെ ഇരുന്ന് കരയാണ്. ഒരു കുട്ടി കരയുന്നുണ്ട്, ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൾ വിചാരിച്ചു ഈ കുട്ടിക്ക് കളിക്കാൻ എന്തെങ്കിലും കളിപ്പാട്ടമില്ലാഞ്ഞിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളിക്കാൻ ഈ കുട്ടിയെ ഇവർ കൂട്ടാഞ്ഞിട്ടോ അങ്ങനെന്തൊക്കെ ആയിരിക്കും കരയുന്നത്, എന്തായാലും പോയി അന്വേഷിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, അല്ല എന്തിനാ നീ കരയുന്നത്? നിനക്ക് വല്ല കളിപ്പാട്ടങ്ങളും വേണോ? കളിക്കാൻ എന്തെങ്കിലും സാമഗ്രികൾ വേണോ? ഞാൻ വാങ്ങിത്തരാം, എന്താണ് വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറയണേ, കുട്ടിയാണ് പറയുന്നത്, നമ്മൾ കേൾക്കണം, നമ്മളെ പോലെയുള്ള വലിയ മനുഷ്യനല്ല. ആ കുട്ടി പറയാണ്, ഞാൻ കരയണ എന്തിനാ അറിയോ? എന്നെ ഒരു കളിക്ക് കൂട്ടാഞ്ഞിട്ടോ എനിക്ക് കളിക്കാൻ സാധനമല്ലാട്ടോ ഒന്നുമില്ല. ഞാൻ കരയുന്നത് ഇവരെ കാര്യം ആലോചിച്ചിട്ടാണ്. ഇവരിപ്പോൾ കളിക്കാണല്ലോ ചെയ്യേണ്ടത്. സത്യത്തിൽ ഇവർ കളിക്കാൻ വേണ്ടിയല്ലല്ലോ പടച്ചവൻ കൂടെ പറിച്ചത്. ഇവരെ എന്തിനാണോ അല്ലാഹു തആല സൃഷ്ടിച്ചത് അതിന് വേണ്ടിയല്ലാത്ത കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നു. അത് കണ്ടിട്ട് സങ്കടം കൊണ്ട് ഞാൻ കരയാണ്. ഇവർ ചെയ്യേണ്ട പണിയല്ല ഇവർ ചെയ്യുന്നത്. ഇവരെന്താ അള്ളാഹിന്റെ പേര് അള്ളാഹുവിന്റെ വാക്ക് ഇവർ കേൾക്കുന്നില്ലേ? അള്ളാഹു പറഞ്ഞത് ഇവർ കേൾക്കുന്നില്ലേ? നരകക്കാരെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വെറുതെ പടച്ചതല്ല എന്നെന്താ? നിങ്ങളെ വെറുതെ പടച്ചതാണെന്നാണ് നിങ്ങളുടെ വിചാരം? നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ആയത്തിന്റെ ഓതിയ കുട്ടി എന്നാണ്. ഇതെന്താണ് ഇവർ ചിന്തിക്കാത്തത്? ഇവരിങ്ങനെ കളിച്ചു കിടക്കുകയാണോ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട ആളുകൾ ഇവരെങ്ങനെ കളിക്കാൻ വേണ്ടി മാത്രം പടക്കപ്പെട്ടതാണോ എന്നാണ് അവരുടെ വിചാരം. ആ കാര്യം ഓർത്ത് സങ്കടപ്പെട്ട് ഞാൻ കരയാണ്. സുബ്ഹാനല്ലാഹ്. അതൊന്ന് ആലോചിച്ച് നോക്കുകയാണ് നമ്മളൊക്കെ അവസ്ഥ എന്താ പോലെ.
നമ്മളൊക്കെ എത്ര സമയമാണ് വെറുതെ കൊല്ലുന്നത്, വെറുതെ കളയുന്നത്. ടൈം പാസ് എന്ന പേരിൽ ടൈം കൊണ്ട് പാസ് ചെയ്യുന്നില്ല, സമയം പോയി കിട്ടില്ല എന്നൊക്കെയാണ് പല ആൾക്കാരും പരാതി. പഠിച്ച റബ്ബേ, അതിന് തന്നെ കുറേ സാധനങ്ങൾ വാങ്ങുക, ടൈം പാസിന് വേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങുക, കളിക്കുക, പാമ്പും കോണിയും പോലെയുള്ള, അല്ലേ? അത് വേണ്ടെന്നെല്ലാം പറഞ്ഞു കേട്ടോ. വെറുതെ സമയം കളയണ്ട എന്നർത്ഥം. അത് കളിക്കുകയാണെങ്കിൽ പോലും അതൊരു നല്ല നിയ്യത്ത് വെച്ച് മാനസിക ഉല്ലാസവും ഒരു അള്ളാഹുവിന് തഖ്വ ചെയ്യാനുള്ള, അള്ളാഹുവിന് താഅത്ത് ചെയ്യാനുള്ള തഖ്വയും അതിനുള്ളൊരു ഉന്മേഷം നേടലും ഒക്കെ ആണെങ്കിൽ ഹലാലായ കളികൾ കൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ അത് മാത്രമാവരുത്, അതിങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്യരുത്. യാ അല്ലാഹ്. അപ്പോൾ അള്ളാഹു നമ്മളെ വെറുതെ പടച്ചതല്ല, നമുക്ക് ചില ലക്ഷ്യബോധങ്ങളുണ്ട്. ഈ മനുഷ്യൻ ഈ മറുപടി കേട്ടപ്പോൾ അന്തം വിട്ടുപോയി എന്നാണ്. ആ കുട്ടികൾ പറഞ്ഞു, മോനെ നീ നന്നാവും, നീ നല്ല ഭാവിയുള്ള മോനാണ്, നീ ചെറിയ ആളാണെങ്കിലും എന്താണ് പറയുക, നീ എനിക്കൊന്ന് ഉപദേശിച്ചു തരുമോ, നീ ആൾ വലിയ മഹാനാണല്ലോ, ചെറിയ കുട്ടിയാണെങ്കിലും നീ എന്നെ ഉപദേശിക്കാമോ എന്ന് ഈ മഹാനായ പണ്ഡിതൻ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി ഒരൊറ്റ ബൈത്ത് പാടിയിട്ടതിന് മറുപടി കൊടുത്തു, ഒരു വരി കവിത പാടിക്കൊടുത്തു. എന്താണെന്നറിയോ? ഫമദ്ദുന്യാ ബാഖിയത്തുൻ ലിഹയ്യിൻ വമാ ഹയ്യുൻ അലദ്ദുന്യാ ബിബാഖി. വളരെ അർത്ഥവത്തായ ഒരു വരിയാണ് ആ കുട്ടി പാടിക്കൊടുത്തത്. ഫമദ്ദുന്യാ ബാഖിയത്തുൻ, ദുന്യാവ് ഒരിക്കലും ബാക്കിയാവൂല ആർക്കലും, ഹയ്യിൻ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചു പോകും, ദുന്യാവ് ആർക്കും ബാക്കിയാവൂല. വമാ ഹയ്യുൻ അലദ്ദുന്യാ ബിബാഖിൻ, ഒരു ജീവനുള്ള മനുഷ്യനും ദുന്യാവിൽ ബാക്കിയാവില്ല. ദുന്യാവിട്ട് ആർക്കും വേണ്ടി ബാക്കിയാവില്ല, നമ്മൾ ദുന്യാവിൽ ബാക്കിയാവില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും നശിച്ചു പോകാനുള്ളതാണെന്ന് അർത്ഥം. നമ്മളും നശിച്ചു പോകും, ദുന്യാവ് നശിച്ചു പോകും. പിന്നെ എന്തിനാ ദുന്യാവിൻ്റെ പിന്നാലെ കൂടുന്ന, ആഖിറത്തിന് വേണ്ടി പണിയെടുത്തൂടെ? രണ്ടും നശിക്കാത്ത ഒരു കാലമാണ്, ഒരു ലോകമാണ് ആഖിറം, അല്ലെ? അവിടെ പരലോകം അത് എന്നെന്നും ഉള്ളതാണ്. പരലോകം സുഖ സൗകര്യങ്ങളോ അത് എന്നെന്നും സുഖ സൗകര്യങ്ങളാണ്. അപ്പോൾ തീരെ നശിക്കാത്ത ആ ആഖിറത്തിന് ഒരുങ്ങല്ലേ വേണ്ടത്, ദുന്യാവിന് വേണ്ടി ഒരുങ്ങനൊക്കെന്നാന്നില്ല. കാരണം ദുന്യാവും നമുക്ക് ബാക്കിയാവില്ല, നമ്മൾ ദുന്യാവിനും ബാക്കിയാവില്ല. സുബ്ഹാനല്ലാഹ്. മറ്റൊരു സംഭവം, അള്ളാഹുവിലേക്ക് ദഅവീ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ആളുകൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം ഒരിക്കൽ ഒരു ചെരുപ്പ് നന്നാക്കിയൊരിടത്തേക്ക് അങ്ങോട്ട് പോയി. ചെരുപ്പ് കുത്തിയുണ്ടാവില്ല, റോഡിൻ്റെ വക്കിലൊക്കെ ഇരുന്ന് ചെരുപ്പ് നന്നാക്കുന്ന, അല്ലെങ്കിൽ ചെരുപ്പ് പിന്നെ പോളിഷ് ചെയ്യുന്ന, ഷൂ പോളിഷ് ചെയ്യുന്ന ആളുകളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അത്തരമുള്ള ഒരാളുടെ അടുത്തേക്ക് ഒരു മഹാനായ മനുഷ്യൻ, അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്ന ദാഇയായ ഒരാൾ ചെന്നു. അങ്ങനെ ആളെ എടുത്തിരുന്ന് കുറച്ചേരം സംസാരിക്കാൻ തുടങ്ങി. ഈമാൻകാരൻ സംസാരിക്കാൻ തുടങ്ങി. ഇയാൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചെന്നതാണ്. ഇയാൾക്ക് ദാഇയാണല്ലോ. അപ്പോൾ ആ മനുഷ്യൻ പറയാണ് ആഖിറത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഈമാനെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ ചെരുപ്പ് നന്നാക്കിയ മനുഷ്യൻ ഇദ്ദേഹത്തോട് പറയാണ്, എനിക്ക് ആഖിറത്തിൻ്റെ കാര്യം കേൾക്കണ്ട, ഈമാൻ്റെ കാര്യം കേൾക്കണ്ട, എൻ്റെ ഇപ്പോൾ ആകെയുള്ള പ്രശ്നം എനിക്കിതാ എൻ്റെ ഈ റിസ്ക്, ഞാനിപ്പോൾ ഈ ചെരുപ്പ് നന്നാക്കുന്നു, അതിന് എനിക്ക് ഭക്ഷണം കിട്ടണം, ഞാനതുകൊണ്ട് എൻ്റെ കുടുംബം കഴിഞ്ഞു പോകണു, എൻ്റെ ജോലി, എൻ്റെ ദുന്യാവിയായ ഇത്തരം കാര്യങ്ങളല്ലാതെ എനിക്ക് ആഖിറ ഈമാനൊന്നും കേൾക്കണ്ട, ഞങ്ങളൊന്ന് പോയിക്കാണെന്ന് പറഞ്ഞു ഇദ്ദേഹത്തോട്. അപ്പോൾ ഇയാൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങളിപ്പോൾ ഈ മിനുസം കൂട്ടുന്ന, അതല്ലെങ്കിൽ തിളക്കം കൂട്ടുന്ന ഈ പോളിഷ് ചെയ്യുന്ന ഷൂ ഇല്ലേ, അത് അല്ലെങ്കിൽ ആ ചെരുപ്പ് നന്നാക്കുന്ന ചെരുപ്പില്ലേ, ശരി, ആ ചെരുപ്പ് ആളുകളത് ഉപയോഗിക്കണില്ലേ? ഉണ്ട്. ആ ആളുകളത് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യത്തിനാണോ, അതല്ല വെറുതെ ഉപയോഗിക്കുകയാണോ? ഇയാൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചാണ്. നിങ്ങൾ നന്നാക്കി കൊടുക്കണ ഈ ചെരുപ്പ് ആളുകൾ ഇടുന്നുണ്ടല്ലോ, ഇപ്പോൾ അത് അവർ വെറുതെ കാലും പെടുകയാണോ, അതല്ല വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി കാലും പെടുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെരുപ്പ് കുത്തി പറഞ്ഞു, വെറുതെ അല്ല, ഒരു ലക്ഷ്യമുണ്ടല്ലോ, ഉദ്ദേശമുണ്ടല്ലോ. എന്താണ്? അതിട്ട് നടക്കാൻ അവർക്ക് കഴിയണം, അവരെ കാല് ബുദ്ധിമുട്ട്, വേറെ എന്തെങ്കിലും പിന്നെ മുള്ളു കുത്തുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടങ്ങൾ കാലിന് വരിക, ഇതൊന്നും ഇല്ലാതിരിക്കണം. ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചില കല്ല് മുള്ളതൊന്നും കാലിൽ തട്ടാതിരിക്കണം, മൂർച്ചയുള്ളതൊന്നും തട്ടാതിരിക്കണം, അതേപോലെ തന്നെ തണുപ്പ് ഒന്നും കൊള്ളാതിരിക്കണം, ചൂട് ഏൽക്കാതിരിക്കണം. ഇതൊക്കെയാണ് ചെരുപ്പ് ധരിക്കുന്നവരുടെ ഉദ്ദേശം. എന്തായാലും ഉദ്ദേശമുണ്ട്, വെറുതെ ധരിക്കല്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇതായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു ചെറിയ ഒരു ചെരുപ്പ് മനുഷ്യന്മാർ ധരിക്കുന്നത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ചെരുപ്പ് ധരിക്കുന്നതിന് ലക്ഷ്യമുണ്ട്, ഒരു അർത്ഥമുണ്ട്, എല്ലാം ഉണ്ട്, അതിനൊരു രഹസ്യമുണ്ട്, അതിനൊരു ഗോൾ ഉണ്ട് എന്നിപ്പോൾ നമ്മൾ പറഞ്ഞു. എന്നാൽ നമ്മളെപ്പോലെയുള്ള സംസാരിക്കാൻ കഴിയുന്ന, മജ്ജയുള്ള, മാംസമുള്ള, ബുദ്ധിയുള്ള, സൗന്ദര്യമുള്ള, നല്ല ശരീര ഘടനയുള്ള, ചിന്തിക്കാൻ കഴിയുന്ന, എല്ലാറ്റിനും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഈ ഒരു മനുഷ്യന് അല്ലാഹു തആല പടച്ചത് വെറുതെ ആവാൻ പറ്റുമോ?
ഇദ്ദേഹം ചോദിച്ചു ഒരു ചെരുപ്പ്, ഒരു ജീവനില്ലാത്ത ചെരുപ്പിന് നിങ്ങൾ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതെല്ലാമുള്ള അതിലേറെ ഏറ്റവും ഉത്തമ സൃഷ്ടിയായ മനുഷ്യൻ, ഈ പ്രപഞ്ചങ്ങൾ മുഴുവൻ കീഴ്പ്പെടുത്തപ്പെട്ട മനുഷ്യൻ, എല്ലാ സൗകര്യങ്ങളും കൊടുക്കപ്പെട്ട മനുഷ്യൻ, അവൻ്റെ സൃഷ്ടിപ്പ് ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ആവുമോ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇദ്ദേഹത്തിന് അപ്പോൾ കാര്യം ഓടി. ഇയാൾ പറഞ്ഞത് ശരിയാണല്ലോ. ഞാൻ എൻ്റെ അപ്പം നേരത്തെ പറഞ്ഞത് എനിക്ക് ദുനിയാവ് ആഖിറ ഈമാനൊന്നും കേൾക്കണ്ട, എൻ്റെ ആകെ ജോലി ഇതിന്ന് കിട്ടുന്നത് വരുമാനം എനിക്ക് അത്ര ആരെക്കൊണ്ടുള്ളൂ എന്നിട്ടപ്പം നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. അപ്പം എൻ്റെ സൃഷ്ടിപ്പിന് ലക്ഷ്യമില്ലേ? ഇദ്ദേഹം തിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങി എന്നാണ്. യാ അല്ലാഹ്, ലക്ഷ്യമുണ്ട് എന്നത് ഉറപ്പാണ്. മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. നമ്മളെ ജനിപ്പിച്ചതിന് ലക്ഷ്യമുണ്ട്, നമ്മളെ മരിപ്പിക്കുന്നതിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പല സ്ഥലത്തും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്തു തബാറക്കയിലെ 2-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. മരണവും ജീവിതവും സൃഷ്ടിച്ച റബ്ബ് എന്തിനാണ് സൃഷ്ടിച്ചത്? അതാ ലക്ഷ്യം പറയുന്നു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ആരാണ് നന്നായി പണിയെടുക്കുന്നത് എന്നറിയാൻ വേണ്ടി, നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്നറിയാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടിയാണ് ജീവിതവും മരണവും പഠിച്ചത് എന്ന്. നമ്മുടെ ലക്ഷ്യം അതാണ്. നമ്മൾ ഈ ആദ്യ ദിവസം ഓതുന്ന ആളുകളാണ്. ബോധത്തോടെ നമ്മൾ ഓതാറുണ്ടോ? ഇതാണ് ഞാൻ, എന്നെ റബ്ബ് പഠിച്ചത് ഈ ലക്ഷ്യത്തിനാണ് എന്നും ഞാൻ ചെയ്യുന്നതൊക്കെ നന്നാവണമെന്നും പടച്ചവനെ പാകപ്പിഴകൾ വന്നിനെ പൊരുത്തപ്പെട്ടു തരണമെന്നും ഈ ആയത്ത് ഓതുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ ചിന്തിച്ചു തുടങ്ങണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, നീ എന്നെ ജനിപ്പിച്ചു, നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന്. ആ ബോധം ഇപ്പം നമ്മൾ വേണ്ടത് ചെയ്യോ? സുബ്ഹാനല്ലാഹ്. അവ ജീവിതവും മരണവും പടച്ചത് അള്ളാഹുവാണ്. ഇല്ലായ്മയിൽ നിന്ന് ജന്മം നൽകി ഭൂമിയിൽ അള്ളാഹു മനുഷ്യരെ ജീവിക്കാൻ വിട്ടു. പിന്നീട് മരണത്തിലൂടെ ഇവിടെ നിന്ന് വീണ്ടും പോകണമെന്ന് പഠിപ്പിച്ചു. അപ്പോൾ എന്ത് മനസ്സിലായി? ജീവിതകാലത്ത് മരണശേഷമുള്ള ജീവിതത്തിലേക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹു തആല പരീക്ഷിക്കുകയാണ് എന്ന്. ലഭിച്ച ഇവന് കൊടുത്ത ശരീഅത്തിനനുസരിച്ച് ഇവൻ ജീവിക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ അള്ളാഹു തആല നോക്കുകയാണ്. നമ്മളെ ജനിപ്പിച്ച് ഭൂമിയിലേക്ക് വിട്ടു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മരിപ്പിച്ച് ഇവിടുന്ന് പോകേണ്ടവനാണ് എന്ന് ബോധ്യപ്പെടുത്തി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലുള്ള സംഗതി എന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജനിപ്പിച്ചിട്ട് വിട്ടു, ഇനി ഇവിടുന്ന് മരിച്ചു പോവും വേണം. അപ്പം അതിൻ്റെ ഇടയിലുള്ളത്, ആ മരിച്ചു പോകുന്നിടത്തേക്ക് വേണ്ട കാര്യങ്ങൾ ഈ ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയിൽ ഇവൻ ചെയ്യുന്നുണ്ടോ, ശരീഅത്തനുസരിച്ച് നടക്കുന്നുണ്ടോ, എന്താണ് ഇവൻ്റെ നിലപാട് എന്നുള്ളത് തന്നെ പരീക്ഷിക്കുകയാണ്. അതിന് ആയത്തിൻ്റെ ആശയം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അല്ലേ? ജീവിതം മരണം എന്നൊക്കെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയാണ് നടക്കുന്നത്? അല്ലല്ലോ. അതൊക്കെ മനുഷ്യൻ്റെ തീരുമാനം അനുസരിച്ചല്ല നടക്കുന്നത്, മനുഷ്യൻ്റെ ഇഷ്ടം നോക്കിയുമല്ല നടക്കുന്നത്. അള്ളാഹു തീരുമാനം എടുക്കുന്നതിന് വഴങ്ങിക്കൊടുക്കുക, അത്രേ മനുഷ്യന് കഴിയുള്ളൂ. അതാണ് മനുഷ്യൻ ചെയ്യുന്നതും. പക്ഷേ മരണത്തോടെ എല്ലാം തീരുന്നില്ല. മറിച്ച് ജീവിതകാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നന്മക്ക് പ്രതിഫലവും തിന്മക്ക് ശിക്ഷയും നൽകാൻ അനശ്വരമായ പരലോക സംവിധാനം അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ആ ജീവിതം സുഖകരമാക്കാൻ ആരാണ് ഇവിടെ നന്നായി അധ്വാനിക്കുന്നത് എന്ന് പരീക്ഷണം നടക്കുകയാണ്. അതാണ് ജീവിതം കൊണ്ടുള്ള ലക്ഷ്യം. അത് മനസ്സിലാക്കി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കാൻ അങ്ങനെ ആര് ചെയ്തോ ആ മനുഷ്യൻ വിജയിക്കുകയും ചെയ്യും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അപ്പോൾ ആഖിറത്തിലേക്ക് ആലോചിച്ച് പണിയെടുക്കുന്ന ആളുകൾ വിജയിക്കും മാത്രം. ആ ആഖിറത്തിലേക്ക് വിജയിക്കാൻ ആവശ്യമായ പണിയെടുക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. താൻ തോന്നിയതുപോലെ താൻ തോന്നിയായി നടക്കുക എന്നല്ല എന്നർത്ഥം. തന്നെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിപൂർണമായി വഴിപ്പെടുകയും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ എന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവനാണ് ബുദ്ധിമാൻ എന്ന് പറയാം, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾ, അള്ളാഹുവിന് പരിപൂർണമായി ദുനിയാവിൽ അനുസരിച്ചവൻ. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായി കുറച്ചുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.